നമസ്കാരം, അമൃതാണ്. കഴക്കൂട്ടത്തിനടുത്തായിട്ടുള്ള സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിലാണുള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലിരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റ് ഞാൻ കണ്ടു. നമ്മുടെ DJയുടെ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഇത് ബോയയുടെ മൈക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു 15,000 മാക്സിമം ബഡ്ജറ്റിൽ ഇത് വരത്തുള്ളൂ, കംപ്ലീറ്റ് ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡിവിജ്വൽ റിപ്പോർട്ടിംഗ് ഒക്കെ, ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം ഇതെല്ലാം കൂടെ ഓടിച്ചു മുടക്കി നമുക്ക് പോക്കറ്റിലിട്ട് വെച്ചേക്കുകയും ചെയ്യാം. ഇത് വയർലെസ് മൈക്കാണ്. എൻ്റെ മൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. യെസ്, മൈക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മൈക്കിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. അതുപോലെ ഈ ജോയ്സ്റ്റിക്കിൽ നമുക്ക് കംപ്ലീറ്റ് ഇതിൻ്റെ കൺട്രോൾസ് ഉണ്ട്. ഇത് DJയുടെ ഒരു മീമോ എന്ന് പറയുന്ന ആപ്പ് കണ്ടാണ്. അതിൽ നമുക്കിപ്പോൾ എൻ്റെ ഫേസ് റെക്കഗ്നിഷൻ ഓൺ ചെയ്തിരിക്കുക അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഫേസിൽ നിന്ന് അത് വിടത്തില്ല. അതിനനുസരിച്ച് ഗിംബൽ വർക്ക് ചെയ്തോളും. ഇതിൽ പോർട്രേറ്റ് മോഡിലോട്ട് ഇത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഹലോ. ഒരു മീഡിയ റിപ്പോർട്ടിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡിവിജ്വൽ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വ്ളോഗേഴ്സിനായിരുന്നാലും ന്യൂസ് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ആളൊക്കെ ആയിരുന്നാലും വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഹാൻഡ് ഹെൽഡാണ്. പിന്നെ വെയിറ്റും അധികം തോന്നുന്നില്ല. സാധാരണ ഗിംബൽസിലൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് കാണും. ഇത് വളരെ വെയ്റ്റ്ലെസ് ആണ്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. DJയുടെ പൊതുവെ എല്ലാ പ്രോഡക്ട്സും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് തന്നെയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിക്കാം. റെക്കോർഡ് ചെയ്തുകൊണ്ട് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. അതെ, പറ്റില്ല. ശംഖുമുഖം കടപ്പുറം കടൽ തിരിച്ചു തന്നിരിക്കുന്നു എന്നും പറഞ്ഞൊരു വാർത്ത. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും വിട്ടിൽ കടൽ മണൽത്തിട്ടൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ വന്ന് ഒരു ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായി സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചും. സെൻറ്റ് ആൻഡ്രൂസ് ബീച്ച് എന്നല്ല, എല്ലാ ബീച്ചിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇത് തന്നെയാണ്. നേരത്തെയൊക്കെ കുറച്ച് നാളായിട്ട് ഈ ഒരു പ്രതിഭാസം എത്രത്തോളം കിട്ടാതിരുന്നതുകൊണ്ട് തന്നെ ഇത് എന്നേക്കുമായിട്ട് കടലെടുത്തുകൊണ്ട് പോയെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എല്ലാ കടപ്പുറങ്ങളിലും കടൽത്തിട്ട നന്നായിട്ട് കയറിയിട്ടുണ്ട്. കടൽ കർക്കിടക സമയത്ത് ഇങ്ങനെ കയറി വരുന്നതും ഇറങ്ങി പോകുന്നതുമായിട്ടുള്ളൊരു പ്രതിഭാസം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഈ ഒരു ഗാഡ്ജറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഗാഡ്ജറ്റാണ്. അറൗണ്ട് 12,000 ബഡ്ജറ്റിൽ. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാ ഫങ്ഷൻസ് ഈ ഒരു ആപ്പ് വഴി കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് സൂം ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഈ ഒരൊറ്റ വിരൽ വെച്ച് ഇത് ഫങ്ഷൻസൊക്കെ ചെയ്യാം. അതുപോലെ ബാക്കിലൊരു ബട്ടണുണ്ട്, അതും ഒരു ടോഗിൾ സ്വിച്ചാണ്. യെസ്, പാൻ ആവുന്നുണ്ട് കേട്ടോ. ഒത്തിരി. അപ്പോൾ അങ്ങനെ എല്ലാ കൺട്രോൾസും നമ്മുടെ കയ്യിലിരിക്കുന്നു. പിന്നെ വെയിറ്റ് വളരെ കുറവ്. സാധാരണ ഗിംബൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ആയിരിക്കും. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ആ ഒരു ഗിംബലിൻ്റെ പ്രിസിഷനും ഒക്കെ നല്ല രസമാണ്. ഇങ്ങനെ സൂം ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ജോയ്സ്റ്റിക്ക് പോലെ നമുക്ക് ടിൽറ്റും പാനും ഒക്കെ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡബിൾ ക്ലിക്കിൽ ഇതുപോലെ പോർട്രേറ്റ് മോഡിലോട്ട് സ്വിച്ച് ചെയ്യാം. പിന്നെ റെക്കോർഡിങ് ഓഫ് ചെയ്തിട്ട് സെൽഫി മോഡിലോട്ടാക്കാം. യെസ്, അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.